ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂൺ എക്സാമിലെ ഡേറ്റ് ഷീറ്റ് വന്നത് എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ജൂൺ 2 തീയതി മുതൽ ജൂലൈ 11 വരെയാണ് എക്സാംസ് നടക്കുന്നത്. അതിലേക്കുള്ള എക്സാം രജിസ്ട്രേഷൻസ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയമാണ്. സാധാരണയായി ഇഗ്നോയിൽ എപ്പോഴും മാർച്ച് മാസത്തിൽ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങാറുണ്ട്. മാർച്ച് ഏപ്രിലായിട്ട് എക്സാം രജിസ്ട്രേഷൻ എപ്പോഴും നടക്കാറുണ്ട്. നിങ്ങൾ ജൂണിൽ എക്സാംസ് എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും എക്സാം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ വരുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നിങ്ങൾ എന്തായാലും എക്സാം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. എക്സാം രജിസ്ട്രേഷൻ്റെ സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അത് ഓപ്പൺ ആയതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എക്സാം രജിസ്ട്രേഷൻ്റെ സൈറ്റ് ഓപ്പൺ ആയതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഏത് എക്സാമാണ് എഴുതാൻ പോകുന്നത് ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ട പേയ്മെൻറ്റ് അടക്കമാണ് സാധാരണയായി ചെയ്യുന്നത്. നോർമലി ആയിട്ട് തിയറി എക്സാമിന് കഴിഞ്ഞ സെക്ഷൻ വരെ 200 രൂപയാണ് ഉണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ ഒരു എക്സാമാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് മാത്രം എക്സാം ഫീ അടച്ച് 200 രൂപ അടച്ച് എക്സാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ 5 എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾ 5 × 200 1000 രൂപ അടച്ച് എക്സാം രജിസ്റ്റർ ചെയ്യുക. ആ ഒരു 5 സബ്ജക്റ്റിൻ്റെ ഫീസാണ് 1000 രൂപ. ഒരു സബ്ജക്റ്റിന് 200 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. അതേപോലെ തന്നെ തിയറി എക്സാമിൻ്റെ മാത്രം ഫീസാണ് 200 രൂപ. നിങ്ങളുടെ സബ്ജക്റ്റിൽ പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാക്ടിക്കൽ കോഴ്സ് 4 ക്രെഡിറ്റിൻ്റെതാണെങ്കിൽ നിങ്ങൾക്ക് 300 രൂപയും അതിന് മുകളിലാണെങ്കിൽ 500 രൂപയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിൽ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊജക്റ്റിനായിട്ട് 500 രൂപയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇന്ത്യക്കകത്തുള്ള എക്സാം രജിസ്ട്രേഷൻ പ്രോസസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലകത്തുള്ള എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. പക്ഷേ ആ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുന്നത് അത് ഒരു ഫിക്സ്ഡ് എക്സാം സെൻറ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു എക്സാം സെൻറ്റർ ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രിഫറൻസസ് പോലുള്ള ഓപ്ഷൻ മാത്രമാണ്. അതുപോലെ തന്നെ ഈ വീക്കിൽ തന്നെ എക്സാം രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത സെയിം ഡേ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സൈറ്റിൽ കുറേ ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു 2 days കഴിഞ്ഞിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്